വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 28 ഫെബ്രുവരി. നമ്മൾ കവർ ചെയ്യുന്നത് മാർച്ച് 2 മുതൽ 6 മാർച്ച് വരെയുള്ള ഒരു വീക്കാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇപ്പോൾ ഫ്രൈഡേയിലെ ട്രേഡിങ്ങോടുകൂടി ഫെബ്രുവരി മന്ത് അവസാനിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി മന്തിൽ നമ്മുടെ നിഫ്റ്റി 142 പോയിൻറ്റ്സ് താഴ്ന്നാണ് ഇപ്പോൾ ഒരു മന്ത്ലി ക്ലോസിങ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ ട്യൂസ്ഡേ മാർച്ച് 3 ഹോളിയുടെ അവധി വരുന്നുണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് വീക്കിലൊരു 4 വർക്കിംഗ് ഡേയ്സ് മാത്രമാണ് നമുക്കുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടാണ്. നമ്മൾ ഫ്രൈഡേയിൽ മാർക്കറ്റിലൊരു കാര്യമായിട്ടുള്ളൊരു സെൽ ഓഫോട് കൂടി നിഫ്റ്റി 317 പോയിൻറ്റ്സ് ഫ്രൈഡേയിൽ മാത്രം താഴെ വന്നതുകൊണ്ട് നിഫ്റ്റി 392 പോയിൻറ്റ്സ് താഴ്ന്നാണ് കഴിഞ്ഞ വീക്കിൽ 25,178 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും 25,000 വളരെ അടുത്താണ് കഴിഞ്ഞ വീക്കിലെ ക്ലോസിങ് വന്നിട്ടുള്ളത്. അതുപോലെ സെൻസെക്സും നമുക്ക് കാണാം 1,527 പോയിൻറ്റ്സ് കൂടെ താഴ്ന്ന് 81,287 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണെങ്കിൽ 398 പോയിൻറ്റ്സ് താഴ്ന്ന് 59,115 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 16,928 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു 73 പോയിൻറ്റ്സിൻ്റെ ഒരു ലോസോട് കൂടിയാണ് കഴിഞ്ഞ വീക്കിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാണാം ഗ്ലോബലായിട്ടുള്ള കുറേ ടെൻഷൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഫ്രൈഡേയിൽ മാർക്കറ്റ് ക്ലോസിങ്ങിന് തൊട്ട് മുമ്പ് തന്നെ ഒരു വലിയ സെൽ ഓഫോട് കൂടി കഴിഞ്ഞ വീക്കിൽ ഒരു 317 പോയിൻറ്റ്സോളമുള്ളൊരു സെൽ ഓഫോട് കൂടി മാർക്കറ്റ് 392 പോയിൻറ്റ്സിൻ്റെ ഒരു ലോസ് നിഫ്റ്റി റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതേസമയം മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ GDP ഡാറ്റ വരികയുണ്ടായി. തേർഡ് ക്വാർട്ടറിൻ്റെ GDP ഡാറ്റ വന്നപ്പോൾ നമുക്കൊരു 7.8% വളരെ നല്ലൊരു GDP ഡാറ്റയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ക്വാർട്ടറിൽ സെക്കൻഡ് ക്വാർട്ടറിൽ 8.4% GDP ആണ് ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ ഈ ക്വാർട്ടറിൽ 7.8% GDP തന്നെയാണ് വന്നിട്ടുള്ളത്. അതേസമയം ഫിനാൻഷ്യൽ ഇയർ 27 പ്രൊജക്റ്റഡ് ആയിട്ടുള്ളൊരു നമ്മൾ GDP ഡാറ്റ റിവൈസ്ഡ് ആയിട്ടുള്ള ഫിഗർ എടുക്കുന്നത് 7.4% GDP ആണ് പുതിയ സീരീസിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ എന്തായാലും ഈ ഒരു GDP ഡാറ്റ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. മാർക്കറ്റ് നെക്സ്റ്റ് വീക്കിൽ ഇതിനൊരു പോസിറ്റീവായിട്ടുള്ളൊരു റിയാക്ഷൻ മാർക്കറ്റിലുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ ഞാൻ നോട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ബ്രോക്കറായിട്ടുള്ള പ്രഭുദാസ് ലില്ലിധർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്രോക്കറിൻ്റെ അവരുടെ ഒരു റിപ്പോർട്ട് ഞാൻ വായിക്കുകയുണ്ടായി. അപ്പോൾ അവർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് നമ്മുടെ ഈ പോളിസി ക്ലാരിറ്റിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ കുറേ ട്രേഡ് ഡീൽസും ഇതെല്ലാം വളരെ ലാൻഡ്മാർക്കായിട്ടുള്ള കുറേ ട്രേഡ് ഡീൽസ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പുഷും നടക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റ് 2026 വന്നു കഴിയുമ്പോൾ മാർക്കറ്റ് അടുത്തൊരു 12 മന്ത്സിൽ ഒരു 28,000 എന്നുള്ള ടാർഗറ്റിലേക്ക് നിഫ്റ്റി മൂവ് ചെയ്യും എന്നുള്ളൊരു റീസണിങ് ആണ് അവർ വളരെ ക്ലിയറായിട്ട് നൽകുന്നൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു റിപ്പോർട്ടാണ് ഞാനത് വായിക്കേണ്ടത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കും ആ റിപ്പോർട്ട് അവൈലബിൾ ആയിരിക്കും നെറ്റിലെല്ലാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡിസ്കഷനിലേക്ക് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ നമുക്ക് എന്തായാലും ഇവരുടെ ഒരു റിപ്പോർട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇപ്പോഴത്തെ ഈ ഒരു കൺസോളിഡേഷൻ നമുക്കറിയാം ഓൾമോസ്റ്റ് 2 ഇയേഴ്സായിട്ട് മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ബേസിലൂടെയാണല്ലേ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കൺസോളിഡേഷൻ എന്നുള്ളത് പലപ്പോഴും മാർക്കറ്റിൻ്റെ കുറച്ച് സമയത്തുള്ളൊരു അപ്വേർഡ് ഡയറക്ഷനിലേക്കുള്ളൊരു മൂവ്മെൻറ്റിന് ശേഷം ഉണ്ടാകുന്ന ഒരു കൺസോളിഡേഷനാണ്. പക്ഷേ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കൺസോളിഡേഷനുള്ള ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിഫ്റ്റി ആണെങ്കിൽ ഒരു ഹയർ ലെവൽസിൽ നിന്നും ലൈഫ് ടൈം ഹൈയിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 5 to 6% ഒക്കെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറേയധികം മിഡ് ക്യാപ് സ്റ്റോക്കുകൾ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളൊക്കെ വളരെ വലിയൊരു സെൽ ഓഫിന് ശേഷം
പല സ്മോൾ ക്യാപ് സ്റ്റോക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമുക്ക് 20 PE-യിലേക്കാളും പി റേഷ്യോ 20-യിലേക്കാളും താഴെയാണ് പലതും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും 20-യിലേക്ക് താഴെ പി റേഷ്യോ വരുമ്പോൾ നമുക്ക് സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യുകയും അത് അടുത്തൊരു അപ്വേർഡ് മൂവ്മെൻറ്റിന് മുമ്പുള്ള നമുക്ക് വാങ്ങേണ്ട ഒരു ടൈമാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് സൈക്കോളജിക്കലി നമ്മളൊരു ബീറ്റ് ആൻഡ് ഡൗൺ മൂഡിലായിരിക്കും. അതുകൊണ്ട് അതേസമയം നമ്മൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നല്ല സ്റ്റോക്കുകൾ ആഡ് ചെയ്യുകയും നമ്മൾ പോർട്ട്ഫോളിയോ കുറേയും കൂടിയും ക്വാണ്ടിറ്റി ഷെയർസ് നമ്മുടെ കയ്യിലുള്ള നമ്മൾ ഓൾറെഡി ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഒരു പക്ഷേ നമ്മൾ കുറച്ച് ഹയർ ലെവൽസിലായിരിക്കും വാങ്ങിയിട്ടുണ്ടായിരിക്കും. അത് മാർക്കറ്റിൻ്റെ ഒരു അപ്പർ സൈക്കിളിലേക്ക് മൂവ് ചെയ്യുന്ന ആ ഒരു സമയത്ത് വാങ്ങുന്ന പല സ്റ്റോക്കുകളും ഒരു ഹയർ ലെവലിലായിരിക്കും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഒരിക്കലും നമ്മൾ ആ ഒരു ഹയർ ലെവലിൽ ഒരു സ്റ്റോക്ക് വാങ്ങി എന്നുള്ളതുകൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു വലിയ അബദ്ധമാണെന്നുള്ള രീതിയിൽ ഒരിക്കലും കാണരുത്. കാരണം ഈ മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റിൽ പലപ്പോഴും നമ്മൾ പല സ്റ്റോക്കുകളും പല ലെവലിലായിരിക്കും വാങ്ങുന്നത്. ചിലപ്പോൾ പലർക്കും ആ കോവിഡിൻ്റെ കറക്ഷനിൽ വലിയൊരു സെൽ ഓഫ് വന്ന ആ സമയത്ത് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ ഒരു ക്ലയൻറ്റ് എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം more than 5 crores ആ കോവിഡിൻ്റെ കറക്ഷൻ്റെ സമയത്ത് അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചത് ഇപ്പോൾ ഒരു ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് വന്നൊരു കാര്യം പറയുകയുണ്ട്. അപ്പോൾ അത് ചില സമയത്ത് നമുക്ക് അങ്ങനെയും അവസരങ്ങൾ ലഭിക്കും. അപ്പോൾ നമ്മുടെ ക്യാഷ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ത്രൂ ഔട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിളിൽ പോകുമ്പോൾ ചില സ്റ്റോക്കുകൾ നമുക്ക് അങ്ങനെ താഴെയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ചില സ്റ്റോക്കുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ശേഷം ആ സ്റ്റോക്ക് ഒരു കറക്ഷൻ പേസിലൂടെ കടന്നു പോകും. അപ്പോൾ നമ്മൾ ചെയ്തൊരു മിസ്റ്റേക്കായിട്ട് കാണേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിളിൽ നമ്മളതിന് ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് വരാവുന്ന രീതിയിൽ ഇതുപോലെ വളരെ വളരെ ഷാർപ്പായിട്ടുള്ളൊരു സെൽ ഓഫ് ലഭിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു ഡിസ്കൗണ്ട് സെയിലിലാണ് സ്റ്റോക്ക് ലഭിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അതിലേക്ക് കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അടുത്ത റാലിയിൽ അതിന് ഒരു ഡബിൾ പ്രോഫിറ്റ് ലഭിക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് വേണ്ടത്. അപ്പോൾ പാനിക് ആകാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എസ്പെഷ്യലി നമ്മൾ നോക്കേണ്ടത് ഇതുപോലെയുള്ള GDP ഡാറ്റയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റുള്ള ആ ഗ്രോത്തിൻ്റെ ഒരു പ്രോസ്പെക്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ വരും ദിവസങ്ങളിൽ പെർഫോം ചെയ്യാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു കൺസോളിഡേഷൻ ഫേസ് കഴിഞ്ഞ് മാർക്കറ്റ് അടുത്തൊരു മൂവ്മെൻറ്റിലേക്കുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്കൊരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇന്ത്യയുടെ ഒരു ട്രേഡ് ഡിപ്ലോമസി എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് പ്രാക്ടിക്കലി അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ടില്ല. എന്തായാലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് വരും ദിവസങ്ങളിലും നമുക്ക് എസ്പെഷ്യലി 2026 മുതലുള്ള വർഷങ്ങളിൽ നമുക്കിത് പ്രതീക്ഷിക്കാനായിട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞ യൂറോപ്പുമായിട്ടുള്ള EU ആയിട്ടുള്ള ഇന്ത്യയും യൂറോപ്പുമായിട്ടുള്ള ആ ഡീലിൻ്റെ ശരിയായിട്ടുള്ള ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കുറേ സെക്ടേഴ്സിലേക്കാണ്. ടെക്സ്റ്റൈൽസും അതുപോലെ തന്നെ അപ്പാരലും മറൈൻ പ്രോഡക്ട്സ്, ലെതർ, അതുപോലെ ഫുട്വെയേഴ്സ്, ജെമൻ ജ്വല്ലറി, അതുപോലെ കെമിക്കൽസ്, മെഷീനറി, അതുപോലെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഈ എല്ലാ സെക്ടേഴ്സിലും വളരെ ബെനിഫിഷ്യലായിരിക്കും EU ആയിട്ടുള്ള ഡീല്. എന്തായാലും US ആയിട്ടുള്ള ഒരു ഡീല് കുറച്ചുകൂടെ കഴിഞ്ഞ് നടക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. US ഈ പുതിയ കോട്ടൻ്റെ ഓർഡർ വന്നതുകൊണ്ട് ട്രംപിൻ്റേതായിട്ടുള്ള ആ ഒരു താരിഫുകളുടെ അത് ഇല്ലീഗലാണ് എന്നുള്ളത് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഇനി മറ്റുള്ള പുതിയതായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യയും US തമ്മിലുള്ള എഗ്രിമെൻറ്റിനൊക്കെ കുറേ കൂടിയും വേറെ ആംഗിളിൽ നിന്നൊക്കെ ഒരു ഡിസ്കഷനിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു ഡീല് വരുമ്പോൾ കുറേ കൂടിയും ഇന്ത്യക്ക് ഫേവറബിൾ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ ഗോൾഡ് കഴിഞ്ഞ ദിവസത്തിലൊക്കെ മുകളിലേക്ക് മൂവ് ചെയ്യുന്നത് കാണുകയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ബേസിക്കലി നമ്മുടെ ചാനലിൽ നമ്മൾ സംസാരിക്കുന്നത് ഇക്വിറ്റി മാർക്കറ്റിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ഗോൾഡിന് വളരെ ഫേവറബിളായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട്. കാരണം നമുക്കറിയാം
നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നമുക്ക് എപ്പോഴും നമുക്ക് ETF ഗോൾഡ് ETF നമുക്ക് വാങ്ങി നമുക്ക് ഹോൾഡ് ചെയ്യാനും പ്രോഫിറ്റ് നേടാനും സാധിക്കും എന്നുള്ളത്. അപ്പോൾ അതിലൂടെ നമുക്ക് കുറേയധികം നമുക്ക് പ്രോഫിറ്റ് നേടാൻ സാധിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഗോൾഡ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പോർട്ട്ഫോളിയോയിൽ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഡോളറിൽ നിന്നും എസ്പെഷ്യലി നമുക്ക് ചൈനയും റഷ്യയും ഡോളറിൽ നിന്നും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവരുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് ഗോൾഡാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് ഗോൾഡ് കഴിഞ്ഞ ഈ 5 വർഷത്തിലധികമായിട്ടൊക്കെ ഇതുപോലെയുള്ള വലിയ റാലി നടത്തുന്നത്. അപ്പോൾ ഞാനിത് ഈ ഒരു പറയുന്നൊരു സമയത്ത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു വീഡിയോ 2020, അതായത് ഒരു 6 വർഷം മുമ്പ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ മെൻറ്ററും കൂടി ആയിട്ടുള്ള രാകേഷ് ജുഞ്ചുമാല സാറ് പറഞ്ഞൊരു വലിയൊരു കാര്യമാണ്. അദ്ദേഹം ഗോൾഡിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ്. 6 വർഷത്തിൽ മുമ്പാണ് പറയുന്നത്. അന്ന് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് ഔൺസിന് $1,500 റേറ്റിലാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. Very bullish for gold, extremely bullish for gold. I see a gold price of $2,500-3,000. But gold goes up when there is fear. Why there is fear? The fact is that China and Russia, adversaries of America, have $4 trillion of reserves. They want to reduce the exposure to the dollar. What is the alternative? They don't want to take the euro. They don't want to take the yen. So where do you keep your foreign exchange reserves? Second thing is, in terms of negative interest rates, people are going to question the monetary system itself. And there's not, if you buy $50 billion, $100 billion of gold a year, it's enough. So for those who are getting... The ancient Indians are going to be proved right, let me tell you. So next 5 years, gold or equities, which will give better returns, according to you? This is not like a wise, you can have both. Yeah. I would buy both. അതിൽ 6 വർഷം മുമ്പ് രാകേഷ് ജുഞ്ചുമാല സാർ പറയുന്നൊരു കാര്യം, 4 ട്രില്യണോളമാണ് US-ൻ്റെ റഷ്യയുടെയും ചൈനയുടെയും ഫോറിൻ റിസർവ്സ് ഉള്ളത്. അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗോൾഡിലേക്കായിരിക്കും. അതായത് 100 ബില്യണൊക്കെ ഒരു വർഷവും ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണെങ്കിൽ തന്നെ ഗോൾഡ് വരും ദിവസങ്ങളിൽ, അന്നത് പറയുന്ന സമയത്ത് $1,500 ഗോൾഡ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് $2,500-3,000 ഗോൾഡ് പോകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അറിയാം, നമുക്ക് ഗോൾഡ് $5,000 മുകളിലേക്ക് വന്നിരിക്കുന്നത് നമുക്കറിയാമല്ലേ. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിനോട്, താങ്കൾ ഇക്വിറ്റി ആണോ ഗോൾഡാണോ പ്രിഫർ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഇതൊരു മാരേജ് മാതിരിയല്ല, നമുക്ക് ഒരു കല്യാണം കഴിക്കുന്ന പോലെയല്ല, നമുക്ക് ഗോൾഡും വാങ്ങാം, അതുപോലെ തന്നെ ഇക്വിറ്റിയും വാങ്ങാമല്ലേ. അപ്പോൾ രണ്ടിലും പ്രോഫിറ്റ് ലഭിക്കുക എന്നുള്ള അവസരമുള്ളപ്പോൾ രണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതാണ് അദ്ദേഹം തമാശയിൽ അതിന് റിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമായിരുന്നു ഇത്. കാരണം ഗോൾഡിലേക്ക് അന്ന് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് കണ്ടിരുന്നൊരു കാര്യമല്ല. ഗോൾഡിലേക്ക് റഷ്യയും ചൈനയും റിസർവുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റുകയാണെങ്കിൽ ഗോൾഡിൽ വലിയൊരു റാലി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞതാണ്. അപ്പം അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഞാനും ആ ഒരു ആംഗിളിൽ കുറേ കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾഡിലേക്കൊക്കെ മാറ്റുകയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് ഇന്ന് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ ആ ഗോൾഡിൽ ഒരു മൂവ്മെൻറ്റ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റേഴ്സ്, എസ്പെഷ്യലി നമ്മുടെ ലേഡീസായിട്ടുള്ള ക്ലയൻസൊക്കെ എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ് ഗോൾഡിൻ്റെ ഒരു അടുത്തൊരു ലെവൽസൊക്കെ. നോക്കൂ, നിങ്ങൾക്ക് 2020 ഗോൾഡ് 1,500 ലെവലിൽ ട്രേഡ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ചാർട്ടിൽ. അതിനുശേഷം നമുക്ക് കാണാം, ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ വീണ്ടും ഗോൾഡ് വീണ്ടും ഒരു $90 ഉയർന്ന് 5,278 ലെവലിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. എന്തായാലും ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ വരുന്നതിൻ്റെ ആ ഒരു ലെവലിൽ ഞാൻ ഗോൾഡിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു അടുത്തൊരു മൂവ്മെൻറ്റ്, എലിയോട്ട് ലെവലിലൊരു മൂവ്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ഒരു $5,970 വരെയുള്ളൊരു മൂവ്മെൻറ്റാണ്
ഞാൻ ഗോൾഡിൽ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. അത് നമുക്ക് ഒരുപക്ഷെ വളരെ ഷാർപ്പായിട്ട് തന്നെ നമുക്ക് വരുന്ന ആഴ്ചകളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അതുപോലെ ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എപ്പോഴും പലപ്പോഴും ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് വർക്ക് ചെയ്യുന്ന ഒരു കാര്യം പലപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, എപ്പോഴും കേരളത്തിലാണ് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത് അധികം കാണാത്തത്. എസ്പെഷ്യലി നമ്മൾ മുംബൈയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ മെട്രോസിലൊക്കെ കുറേയധികം ചാർട്ടേഡ് അക്കൗണ്ടൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു പക്ഷേ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, നമ്മൾ കഴിഞ്ഞ കോവിഡിന് ശേഷം ഹ്യൂജ് വെൽത്ത് നമ്മൾ ബിൽഡ് ചെയ്തു വരുന്നില്ല. അതിന് ശേഷം കഴിഞ്ഞ ഒരു 1.5 വർഷത്തോളമായിട്ട് ഒരു കൺസോളിഡേഷൻ ബേസിലാണ് ഇക്വിറ്റി മാർക്കറ്റ് പോകുന്നത്. ഇക്വിറ്റി മാർക്കറ്റിൽ നിന്ന് കുറച്ച് സമയമായിട്ട് നമ്മൾ കുറേയധികം പ്രോഫിറ്റ് നമുക്ക് നേടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. പക്ഷേ നമ്മൾ ഗോൾഡിലൊക്കെ നമുക്ക് കുറേയധികം പ്രോഫിറ്റ് നേടാനുള്ള അവസരങ്ങൾ ഉണ്ടായില്ല. അപ്പോൾ അതേസമയം നമ്മൾ ഇതുപോലെയുള്ള ഒരു കൺസോളിഡേഷൻ ഫേസിൽ നമുക്ക് വേറെ കുറേയധികം കാര്യങ്ങൾ കാര്യങ്ങൾ വായിക്കാനും അതുപോലെ പുതിയതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് ഇനി വരുന്ന മാർക്കറ്റിൻ്റെ ആ ട്രെൻഡിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് പ്ലാൻ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ കുറച്ച് സ്റ്റാഫിനെ ആഡ് ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ പലരും ചോദിച്ചു, മാർക്കറ്റിംഗ് മോശമായിരിക്കുമ്പോൾ എന്താണ് ഇങ്ങനെ സ്റ്റാഫ് ആഡ് ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാർക്കറ്റിൻ്റെ സൈക്കിളിൽ കൂടെ കടന്നുപോയി അടുത്തൊരു അപ് ട്രെൻഡിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ളൊരു സമയമാണ് ഇപ്പോഴെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കൺസോളിഡേഷൻ ഫേസിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ബോറിംഗ് പീരിയഡിൽ നമുക്ക് ആ ഒരു പീരിയഡിൽ നമ്മൾ അടുത്ത മാർക്കറ്റിൻ്റെ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റിനുള്ള പ്രിപ്പറേഷൻസാണ് ചെയ്യേണ്ടത്. നമുക്കറിയാം കുറേയധികം സെബിയുടെ റെഗുലേഷൻസൊക്കെ റിസർച്ച് അനലിസ്റ്റുകളുടെ കാര്യത്തിലൊക്കെ വരികയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറേയധികം കംപ്ലയൻസിലൊക്കെ കുറേയധികം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ അതിലൊന്നും ഞങ്ങൾ ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിറ്റിക്സ് എല്ലാ കാര്യങ്ങളും കംപ്ലൈ ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിലൊന്നും ഒരിക്കലും ഒരു വയലേഷൻസ് ഞങ്ങൾ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരുന്ന ബുൾ മാർക്കറ്റിൽ നമുക്കറിയാം, ഞങ്ങൾ 2015 മുതൽ ഞങ്ങൾ ഒരു ആപ്പ് ഞങ്ങളുടെ റെക്കമെൻഡേഷൻസ് നൽകാനായിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ വാട്സപ്പിലൂടെയൊക്കെ ഉള്ള നമുക്ക് മെസ്സേജുകൾ കൊടുക്കുന്നതിനൊക്കെ ഇപ്പോൾ ഈയിടെയാണ് റെസ്ട്രിക്ഷൻസൊക്കെ വരാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ നമ്മൾ 2015 മുതൽ തന്നെ നമ്മൾ കമ്പനിയുടെ ആ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നമ്മളൊരു ആപ്പ് വളരെയധികം കോസ്റ്റ് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തൊരു ആപ്പ് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ഇപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ട്സ് എല്ലാം അയക്കുന്നത്, ഞങ്ങളുടെ ക്ലയൻസിന് അയക്കുന്നതെല്ലാം ആപ്പിലൂടെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ കുറേ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്നുള്ളതും മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ പ്രോഫിറ്റ് നേടാനും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും പ്ലാൻ ചെയ്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഈ 7%-ലധികമുള്ള GDP ഗ്രോത്തുമായിട്ട് ഇത്രയധികം ട്രേഡ് ഡീൽസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലെ കുറേയധികം കമ്പനികളിൽ വളരെ നല്ല പ്രോഫിറ്റബിളായിട്ടുള്ള ബിസിനസ്സിൻ്റെ ഒരു പീരിയഡിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാവുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നിൽക്കുക എന്നുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബോറിംഗ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. പക്ഷേ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്പെക്കുലേഷൻ എന്നുള്ളത് വളരെ ത്രില്ലിംഗ് ആണ്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും എൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യത്തിലൂടെ നമ്മൾ അവസാനം നമ്മുടെ ക്യാപിറ്റൽ നശിപ്പിക്കുമ്പോൾ നമ്മൾ ഈ ബോറിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമ്മൾ കോമ്പൗണ്ടിങ് എന്നുള്ള ആ ഒരു കോമ്പൗണ്ടിങ് എന്നുള്ളൊരു നമ്മുടെ വെൽത്തിനെ ഡബിൾ ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ നമ്മൾ വലിയ രീതിയിലുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് ഈ ഇതുപോലെയുള്ള ബോറിംഗ് പീരിയഡിലേക്ക് ട്രേഡിങ് അല്ലെങ്കിൽ സ്പെക്കുലേഷൻ എന്നുള്ള ആ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. പക്ഷേ അതേസമയം അത് നമുക്ക് ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതേസമയം സ്റ്റോക്ക് മാർക്കറ്റിൽ ത്രില്ലിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരിക്കലും ചേസ് ചെയ്യാതിരിക്കുക. അത് നമ്മുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വലിയ രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മാർക്കറ്റിലുണ്ടായ വലിയൊരു സെൽ ഓഫ് കണ്ട ഒരു സ്റ്റോക്കാണ്. ഒരു നെഗറ്റീവ് ന്യൂസ് വന്നതിനെ തുടർന്ന് നമ്മൾ കണ്ട വലിയൊരു സെൽ ഓഫ് കണ്ട സ്റ്റോക്കാണ്
IDFC ഫസ്റ്റ് ബാങ്ക് എന്നുള്ളത്, ആ ബാങ്ക് അതിൽ വളരെ നല്ലൊരു ബാങ്കാണ് IDFC ഫസ്റ്റ് ബാങ്ക് എന്നുള്ളൊരു കമ്പനി. പക്ഷേ കഴിഞ്ഞ വീക്കിൽ ഒരു 590 crores ഒരു ബ്രാഞ്ചിൽ ഉള്ള ഒരു ഫ്രോഡ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഈ സ്റ്റോക്ക് വലിയ രീതിയിലുള്ള 20% ഒക്കെ ഒരു ദിവസം താഴേക്ക് മൂവ് ചെയ്യൊക്കെ ഉണ്ടായപ്പോൾ അതിൽ 21 ഫെബ്രുവരിയിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരുന്നത് 83.51 അതിനുശേഷം പിറ്റേ ദിവസം ഈ ഫ്രോഡ് ന്യൂസ് പുറത്തേക്ക് വന്നതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ആ ഒരു സെൽ ഓഫ് വന്നത്. ഹരിയാന ഗവൺമെൻറ്റിൻ്റെ ഒരു അക്കൗണ്ടിൽ 590 crores വ്യത്യാസം വന്നു എന്നുള്ളത് വന്നതിന് തുടർന്നാണ്, ന്യൂസ് വന്നതിനെ തുടർന്നാണ് ഈ സ്റ്റോക്ക് വലിയ സെൽ ഓഫ് വന്നത്. പക്ഷേ ബാങ്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ ബാങ്ക് എംപ്ലോയീസാണ് ഇത് ഫ്രോഡ് ചെയ്തതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഗവൺമെൻറ്റിന് ഈ 590 crores ബാങ്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് ആ പ്രശ്നം സോൾവ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഈ എംപ്ലോയീസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ ഇതിൻ്റെ മോഡ് ഓഫ് ഓപ്പറൻഡിയൊക്കെ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ട ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയൊക്കെ ബാങ്ക് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും IDFC ബാങ്ക് എന്നുള്ളൊരു IDFC ഫസ്റ്റ് ബാങ്ക് എന്നുള്ളത് വളരെ നല്ലൊരു ബാങ്കാണെന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ. എന്തായാലും ആ ഒരു 66 ലെവലിലേക്കൊക്കെ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴെയാണെങ്കിലും 73.48 ഈ സ്റ്റോക്ക് വീണ്ടും റീബൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ സ്റ്റോക്കിന് ഞാൻ സ്റ്റോക്കിൻ്റെ പോസിറ്റീവായിട്ടുള്ളൊരു എൻ്റർ ചെയ്യാറായോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ സ്റ്റോക്ക് വളരെ നല്ലൊരു സ്റ്റോക്കാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ കമ്പനി കഴിഞ്ഞ ക്വാർട്ടറിൽ ഡിസംബർ ക്വാർട്ടറിൽ 503 crores നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഒരു 48% ഇയർ ഗ്രോത്താണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിലുണ്ടായിരുന്നത്. അതുപോലെ ആനുവലി നോക്കുകയാണെങ്കിൽ മാർച്ച് 25 എൻഡ് ചെയ്യണ ഇയറിലെ പ്രോഫിറ്റ് 1525 crores പ്രോഫിറ്റ് IDFC ഫസ്റ്റ് ബാങ്ക് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാനൊരു ടെക്നിക്കലി ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള വലിയ ഹ്യൂജ് സെൽ ഓഫുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ എൻ്റർ ചെയ്തിട്ടുള്ള ലെവലുകളൊക്കെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഉള്ളൊരു ടെക്നിക്കൽ ഉപയോഗിക്കുന്ന ടൂളാണ് ഡിമാൻഡ് സോൺ ഉപയോഗിച്ചുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ IDFC ഫസ്റ്റ് ബാങ്കിൽ ഒരു ഡിമാൻഡ് സോൺ അതുപോലെ നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ ഒരു 57-54 എന്നുള്ള ഒരു ലെവലിലേക്ക് വരുമ്പോൾ, ഒരു 57 താഴേക്ക് വരുമ്പോൾ അതും ഒരു 54 മുകളിൽ വെച്ച് റീബൗണ്ട് ചെയ്യും. അവിടെ ആ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ്റർ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും ടെക്നിക്കലി നമുക്ക് മനസ്സിലാക്കാവുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ടമെൻ്റലായിട്ടുള്ളൊരു 590 crores ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. ഒരു പക്ഷേ റിക്കവർ ചെയ്യാൻ പറ്റാത്ത ഒരു ലോസായിട്ട് അങ്ങനെ ആ രീതിയിലേക്ക് ഒരു ക്രിസ്റ്റലൈസ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും പക്ഷേ ഈ ഒരു ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റോക്ക് വീണ്ടും എൻ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പല ബ്രോക്കറേജസും 105-ഒക്കെ ടാർഗറ്റ് കുറച്ച് ഇപ്പോഴും ടാർഗറ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് 90ക്ക് മുകളിൽ തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് 57-54 ലെവലിലൊക്കെ വരുന്ന ഒരു സ്റ്റേജിൽ വരികയാണെങ്കിൽ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ സ്റ്റോക്കിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ കൺസിഡർ ചെയ്യാവുന്ന ഒരു ലെവലാണ് ഈ 57, 53, 54 എന്നുള്ള ലെവൽ എന്നുള്ളത് മനസ്സിൽ വയ്ക്കുക. അതുപോലെ ഏഞ്ചൽ വൺ എന്നുള്ള ഒരു ഇന്ത്യയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ബ്രോക്കിംഗ് ഹൗസിൻ്റെ കഴിഞ്ഞ ദിവസത്തെ സ്റ്റോക്ക് കമ്പനി കഴിഞ്ഞ ദിവസത്തിൽ ആ കമ്പനിയുടെ സ്റ്റോക്സ് 1:10 എന്നുള്ള ലെവലിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുക ഉണ്ടായത്. അപ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റോക്ക് ഒരു 3000 മുകളിലേക്കാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 10 rupeesൻ്റെ സ്റ്റോക്ക് 1 രൂപയുടെ ഫേസ് വാല്യൂവിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ ഫ്രൈഡേയിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 233 ലെവലിലാണ്. അപ്പോൾ ഏഞ്ചൽ വൺ എന്നുള്ള ഒരു ബ്രോക്കിംഗ് ഹൗസ് പാൻ ഇന്ത്യ ഓപ്പറേഷൻസ് ഉള്ള ഒരു ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് മോഡലിൽ കുറേ നല്ല രീതിയിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഏഞ്ചൽ വണ്ണും നമുക്കറിയാം ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ സ്റ്റോക്കിൽ നമുക്കറിയാം ഈ തൊട്ട് മുമ്പും ഈ സ്റ്റോക്ക് ഒരു 2500 മുകളിലൊക്കെ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്കായിരുന്നുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഒരു 250ക്ക് താഴെ ബൈയിങ് അവൈലബിൾ ആകുമ്പോൾ കൂടുതൽ റീറ്റെയിൽ ക്ലയൻസൊക്കെ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി കൂടുകയും ഈ സ്റ്റോക്ക് ഒരു ലെവലിൽ നിന്ന് ഒരു മൂവ്മെൻറ്റ് അപ്വേഡ് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏഞ്ചൽ വണ്ണിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ പ്രോഫിറ്റ് മാർച്ച് 25 എൻ്റെ ചെയ്യുന്ന ഇയറിൻ്റെ പ്രോഫിറ്റ്
പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 1172 ക്രോഡ്സിൻ്റെ പ്രോഫിറ്റാണ് ഏഞ്ചൽ വൺ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. 4.1% ഇയർ ഓൺ ഇയർ പ്രോഫിറ്റാണ് ഏഞ്ചൽ വൺ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏഞ്ചൽ വണ്ണിൻ്റെ പ്രൊമോട്ടേഴ്സ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് ഇപ്പോൾ 28.9% മാത്രമാണ് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളത് അതൊരു നെഗറ്റീവ് പോയിൻ്റാണ്. അതേസമയം മ്യൂച്വൽ ഫണ്ട്സ് 15.7%, ഫിനാൻഷ്യൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 12.5% ഹോൾഡ് ചെയ്യുന്നുണ്ട്, പബ്ലിക്കാണ് 40% ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മൾ കാണണം ഏഞ്ചൽ വണ്ണിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതേസമയം നമ്മൾ ഈ സ്റ്റോക്ക് കഴിഞ്ഞ വർഷം 3000 മുകളിലൊക്കെ ട്രേഡ് ചെയ്ത സ്റ്റോക്ക് വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം വീണ്ടും ഒരു ഈ 1:10 സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഈക്വലൻ്റ് ആയിട്ടൊരു വാല്യൂ നോക്കുകയാണെങ്കിൽ ഒരു 300 ലെവലിലേക്കൊക്കെ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസത്തിൽ മോത്തിലാൽ ഒസ്വാൾ എന്നുള്ളൊരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ബ്രോക്കർ ഈ കമ്പനിക്ക് ഒരു 340 എന്നുള്ളൊരു ടാർഗറ്റ്, അതായത് മോർ ദാൻ 38% ഇവിടെ നിന്നൊക്കെയുള്ള ഗ്രോത്തൊക്കെ ഉള്ള വരാവുന്നൊരു ടാർഗറ്റൊക്കെ നൽകുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏഞ്ചൽ വണ്ണും നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാവുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ കമ്പനിയുടെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ടൊരു ഡാറ്റ നോക്കുമ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി കമ്പനി നൽകുന്നത് ഏഞ്ചൽ വൺ നൽകുന്നത് 41.25% റിട്ടേൺ ഓൺ ഇക്വിറ്റിയും, അതുപോലെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് നോക്കുകയാണെങ്കിൽ 36.5%ൻ്റെയുമാണ് കമ്പനി കഴിഞ്ഞ 3 ഇയേഴ്സായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ഇൻകം കഴിഞ്ഞ 3 ഇയേഴ്സിലും ഒരു 31.58%ൻ്റെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റും ഡിക്ലെയർ ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും കമ്പനിക്ക് ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള പ്രോഫിറ്റ് ഗ്രോത്ത് 25.52%ൻ്റെ പ്രോഫിറ്റിൻ്റെ ഗ്രോത്ത് കഴിഞ്ഞ 3 ഇയേഴ്സും സാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ഇതിൻ്റെ റിസ്ക് ഫാക്ടർ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലൊക്കെ വരുന്ന കൂടുതൽ റെസ്ട്രിക്ഷൻസ് വരുമ്പോൾ അത് ഈ കമ്പനിയുടെ ഇൻകത്തിനെ ബാധിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കൺസിഡർ ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. എന്തായാലും ഈ സ്പ്ലിറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ് വരും ദിവസങ്ങളിൽ. അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് വീണ്ടും 300 മുകളിലേക്കൊക്കെ ട്രേഡ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ ഒരു വളരെ പോസിറ്റീവായിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഈ സ്റ്റോക്ക് ഗാംലിൻ ഫൈൻ എന്നുള്ള സ്റ്റോക്ക് ഞാൻ ഫോളോ ചെയ്യുന്നൊരു സ്റ്റോക്കാണ്. സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലുള്ള ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ ഒരു വളരെ നല്ല രീതിയിലുള്ള ഒരു റീബൗണ്ട് കണ്ടു. അത് കഴിഞ്ഞ ദിവസത്തിൽ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു ഡബിൾ ബോട്ടം ഫോം ചെയ്തതിന് ശേഷമുള്ള ഒരു റീബൗണ്ടിങ് ആണ്. അതുകൊണ്ട് തന്നെ ഗാംലിൻ ഫൈൻ വരും ദിവസങ്ങളിൽ ഈ 147ലാണ് കഴിഞ്ഞ ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗാംലിൻ ഫൈനും വരും ദിവസങ്ങളിൽ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ റെഡിങ്ടൺ കഴിഞ്ഞ ദിവസത്തിൽ വളരെ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റോട് കൂടി 280 ലെവലിലേക്ക് 14%ൻ്റെ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റാണ് നമ്മൾ ഫ്രൈഡേയിൽ കണ്ടത്. അപ്പോൾ റെഡിങ്ടൻ്റെ ഒരു എലിയറ്റ് വേവ് മൂവ്മെൻറ്റ് നമുക്ക് ഇവിടെ നിന്നൊരു 280 ലെവലിൽ നിന്നുള്ള ക്ലോസിങ്ങിൽ നിന്ന് അടുത്തൊരു മൂവ്മെൻറ്റ് അപ്വേർഡ് മൂവ്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ഒരു 5th വേവിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു 379 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു മൂവ്മെൻറ്റ്. അതിനൊക്കെ നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ആ ഒരു മുകളിലേക്കൊരു മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു ട്രിഗറായിട്ട് കഴിഞ്ഞ ദിവസം വന്നത് ആപ്പിളിൻ്റെ CEO ടിം കുക്സ് കഴിഞ്ഞ ദിവസത്തിൽ കുറേയധികം ആപ്പിളിൻ്റെ പ്രോഡക്ട്സ് ഐഫോൺ, ഐപാഡ്സ്, അതുപോലെ മാക് ബുക്സ് അതുപോലെയൊക്കെയുള്ള കുറേയധികം പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യാനായിട്ട് ആപ്പിൾ പ്ലാൻ ഇടുന്നുണ്ട് എന്നുള്ളത് പറയുകയുണ്ട്. അപ്പോൾ റെഡിങ്ടനാണ് ഇന്ത്യയിലെ ഒരു മേജർ IT ഡിസ്ട്രിബ്യൂട്ടറാണ് ആപ്പിൾ പ്രോഡക്ട്സിൻ്റേത്. അതുകൊണ്ട് തന്നെ റെഡിങ്ടന് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ലഭിക്കുകയാണെങ്കിൽ റെഡിങ്ടന് ഒരു പക്ഷേ വരും ദിവസങ്ങളിലും ഈ ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിലും ഡിസ്കസ് ചെയ്തൊരു സ്റ്റോക്കാണ് ലെൻസ്കാർട്ട് എന്നുള്ള സ്റ്റോക്ക്. ലെൻസ്കാർട്ടിൻ്റെ കഴിഞ്ഞ ദിവസത്തിൽ ഈ കമ്പനി ഒരു 541 ലെവലിലേക്കൊക്കെ ഒരു സ്റ്റോക്ക് ഈ ഒരു മൂവ്മെൻറ്റ് നടക്കുകയുണ്ട്. അപ്പോൾ എന്തായാലും കമ്പനിയുടെ കഴിഞ്ഞ ദിവസത്തിൽ ഒരു പ്രോഫിറ്റ് കമ്പനി ഒരു 131 ക്രോറിൻ്റെ ഒരു പ്രോഫിറ്റ് കമ്പനി ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു ലോസ് ലെവലിൽ നിന്നൊക്കെ കമ്പനി ഒരു പ്രോഫിറ്റിലേക്ക് തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റവന്യൂ ആണെങ്കിൽ ഒരു 38% കഴിഞ്ഞ ക്വാർട്ടറിൽ മൂവ് ചെയ്ത് 2300
308 ക്രോഡ്സിലേക്ക് വന്നിരിക്കുന്നുണ്ട് കാണാൻ സാധിക്കും. അതായത് ഒരു 40% ഉയർന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഒരു ലോസിൽ നിന്ന് കമ്പനി പ്രോഫിറ്റിലേക്ക് വരികയാണ്. നമുക്ക് ലെൻസ്കാർട്ടിൻ്റെ ചാർട്ടാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ വീക്കിൽ 537 ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്, ഹൈ റിസ്ക് ഉള്ള ഒരു കമ്പനിയാണ്. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടറോടുകൂടി ഈ കമ്പനി വളരെ നല്ല രീതിയിലൊരു പെർഫോമൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ആക്ച്വൽ പ്രോഫിറ്റ് ആണെങ്കിൽ ചില കമ്പനികളെയും ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ് ഒരു ക്വാർട്ടറിൽ കുറച്ച് പ്രോഫിറ്റ് കാണിക്കാവുന്ന രീതിയിൽ എന്തെങ്കിലും ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റോടൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതല്ല റിയൽ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ലെൻസ്കാർട്ടിന് വരും ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളൊരു സ്റ്റോക്കാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ കുറച്ച് Q3 റിസൾട്ട്സ് ബാക്കി ഉണ്ടായതിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട്സ് വെസൂവിസ് ഇന്ത്യ എന്നുള്ള കമ്പനി കഴിഞ്ഞ വീക്കിൽ നെറ്റ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തപ്പോൾ 80.2 ക്രോഡ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തത്. ഇത് 34% നെറ്റ് പ്രോഫിറ്റിലുള്ള ഇൻക്രീസാണ് വെസൂവിസ്. അതുകൊണ്ട് തന്നെ നല്ലൊരു അപ്വേർഡ് മൂവ്മെൻറ്റിലാണ്. അതുപോലെ ഷാഫ്ലർ ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള കമ്പനി കഴിഞ്ഞ വീക്കിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ ഡിസംബർ ക്വാർട്ടറിൻ്റെ പ്രോഫിറ്റ് 328 ക്രോഡ്സിൻ്റെ പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തത്. ഇത് 32% നെറ്റ് പ്രോഫിറ്റിലുള്ള ഇൻക്രീസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ KSB ലിമിറ്റഡ് കഴിഞ്ഞ ആഴ്ചയിൽ ഡിസംബർ ക്വാർട്ടറിൽ 81 ക്രോഡ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അത് 11% ഇയർ ഓൺ ഇയർ ഗ്രോത്താണ് KSB ലിമിറ്റഡിൻ്റെ നെറ്റ് പ്രോഫിറ്റിലും വന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഈ സ്റ്റോക്കുകൾ തേജസ് നെറ്റ്വർക്ക്സ് 33% ഉയർന്നും, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് 17% ഉയർന്നും, ഫിനോലെക്സ് കേബിൾസ് 15% ഉയർന്നും, ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ 13% ഉയർന്നും, ഷാഫ്ലർ 12% ഉയർന്നും, റിഡിങ്ടൺ 11% ഉയർന്നും, കോൺഗോഡ് ബയോടെക് 11% ഉയർന്നും, മാൻകൈൻ ഫാർമ 11% ഉയർന്നും, നാറ്റ്കോ ഫാർമ 10% ഉയർന്നും, സൺ TV നെറ്റ്വർക്ക് 10% ഉയർന്നും, ടിംകൻ 10% ഉയർന്നും, പോളിക്യാബ് 9% ഉയർന്നും, കൽപ്പതാരു പ്രൊജക്ട്സ് 9% ഉയർന്നും, ചെന്നൈ പെട്രോളിയം 8% ഉയർന്നും, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 8% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ FIs കഴിഞ്ഞ വീക്കിൽ 4,629.6 ക്രോർസിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 24,312 ക്രോർസിൻ്റെ ഹെവി ആയിട്ടുള്ള ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ട്രേഡിംഗ് പാറ്റേൺ ആണ് നമ്മൾ കാണുന്നത്. 20th ഫെബ്രുവരിക്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 25,571 23rd ഫെബ്രുവരിക്ക് നിഫ്റ്റി 141 പോയിൻറ്റ്സ് ഉയർന്നും, 24th ഫെബ്രുവരിക്ക് 288 പോയിൻറ്റ്സ് താഴ്ന്നും, 25th ഫെബ്രുവരി 57 പോയിൻറ്റ്സ് ഉയർന്നും, 26th ഫെബ്രുവരി 14 പോയിൻറ്റ്സ് ഉയർന്നും, അതിനുശേഷം 27th ഫെബ്രുവരി 317 പോയിൻറ്റ്സ് താഴ്ന്നും നിഫ്റ്റി ക്ലോസ് ചെയ്തത് 25,178 നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ 392 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാം, കഴിഞ്ഞ ഫെബ്രുവരി മന്തിൽ വലിയൊരു വൊളാറ്റിലിറ്റിക്ക് ശേഷം ഫെബ്രുവരി മന്തിൽ 142 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMIs മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, നിഫ്റ്റിയുടെ 200 DMA വരുന്നത് 25,348 20 DMA വരുന്നത് 25,625 50 DMA വരുന്നത് 25,694 100 DMA വരുന്നത് 25,749 എന്തായാലും നമുക്ക് ഈ ചാർട്ടിൽ കാണാം, കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി 200 DMA ആയിട്ടുള്ള 25,348 ബ്രേക്ക് ചെയ്ത് അതിന് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും നിഫ്റ്റി ഇതുപോലെ 200 DMA ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് അവിടെ നിന്ന് റീബൗണ്ട് ചെയ്ത് മുകളിലേക്ക് പോകാറുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീക്കിൽ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ ഈ പുതിയ GDP ഡാറ്റയുടെ ബേസ് ചെയ്തൊക്കെ വീണ്ടും ഇവിടെ നിന്നൊരു റീബൗണ്ട് ചെയ്ത് 26,000 ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻറ്റാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുമ്പോൾ പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 25,363
ഈ ലെവലിന് മുകളിൽ അടുത്ത റെസിസ്റ്റൻസുകൾ 25,585, 26,155, 26,359, 26,991, 27,925 എന്നീ ലെവൽസ് ആയിരിക്കും. അതേസമയം 25,363ക്ക് താഴെ സപ്പോർട്ടുകളായിരിക്കും 24,955, 24,733, 24,325, 25,593 എന്നീ ലെവൽസ് ആയിരിക്കും. എന്തായാലും അടുത്ത ആഴ്ചയിലേക്ക് ഒരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 26,991 ലോവർ റേഞ്ച് 23,593 ആണ്. പിവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുക 25,363 ആയിരിക്കും. അടുത്തായി നമുക്കിനി അടുത്ത ആഴ്ചയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കിടക്കാം. നമ്മൾ ഇപ്പോഴത്തെ ഒരു റെഗുലേറ്ററി കംപ്ലയൻസിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ ചെയ്തിരുന്ന ഒരു സ്ട്രാറ്റജീസിൻ്റെ ഒരു പാറ്റേൺ മാറ്റുകയാണ്. കാരണം നമ്മൾ സ്റ്റോക്ക് ഓഫ് ദി വീക്കും ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ടിരുന്ന അങ്ങനത്തെ 2 സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം നമ്മളൊരു 5 സ്റ്റോക്കുകളുടെ ചാർട്ട്, അതായത് സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക് എന്നുള്ള സ്റ്റോക്കുകൾ ചാർട്ടോട് കൂടി ഒരു 5 സ്റ്റോക്കുകളെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ആഴ്ച മുതൽ. അതുപോലെ നമ്മൾ ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയും, പെട്രോനെറ്റ് LNGയും, ലെൻസ്കാർട്ടും, ശാരദ എനർജി ആൻഡ് മിനറൽസും, അതുപോലെ സായി ലൈഫ് സയൻസസും ആണ്. അതിലാദ്യത്തെ ചാർട്ടാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ നമ്മളിപ്പോൾ കാണുന്നത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വളരെ ബുള്ളിഷായിട്ട് ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. കഴിഞ്ഞ ദിവസത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 74 ആണ്. വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ബാങ്കാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. അടുത്ത ചാർട്ടാണ് പെട്രോനെറ്റ് LNG എന്നുള്ള കമ്പനി. ഈ കമ്പനി വളരെ നല്ല രീതിയിൽ ഒരു ടെക്നിക്കൽ അപ്വേർഡ് മൂവ്മെൻറ്റിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഫ്രൈഡേയിൽ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 323 ലെവലിലാണ്. അതുപോലെ തേർഡ് സ്റ്റോക്കാണ് ലെൻസ്കാർട്ട് സൊല്യൂഷൻസ് എന്നുള്ള സ്റ്റോക്ക്. കഴിഞ്ഞ ദിവസത്തിൽ വളരെ നല്ല Q3 റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം ലെൻസ്കാർട്ടിൽ കാര്യമായിട്ടുള്ള ബൈയിങ് നടക്കുന്നുണ്ട്. നമ്മൾ മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ് 500 ലെവലിൽ. സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിലും 537 ലെവലിലേക്കാണ് ഈ സ്റ്റോക്ക് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഈ സ്റ്റോക്ക് അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളൊരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റു സ്റ്റോക്കാണ് ശാരദ എനർജി ആൻഡ് മിനറൽസ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്കും ഒരു ടെക്നിക്കൽ ബ്രേക്കൗട്ടോട് കൂടി 551 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അടുത്ത സ്റ്റോക്കാണ് സായ് ലൈഫ് സയൻസ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്കും ഒരു അപ് ട്രെൻഡിൽ ആണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ 1000 ലെവലിലെല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷം 998 സായി ലൈഫ് സയൻസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്കൗട്ടുകളുടെ ഒരു ഡാറ്റ ലിസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പെട്രോനെറ്റ് LNG, ലെൻസ്കാർട്ട്, ശാരദ എനർജി ആൻഡ് മിനറൽസ്, അതുപോലെ സായി ലൈഫ് സയൻസ് എന്നീ സ്റ്റോക്കുകളാണ്. എല്ലാവർക്കും വളരെ നല്ലൊരു ആഴ്ച ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.